നമസ്കാരം ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ക്ലെയിം റിജക്റ്റ് ആവാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനമായ കാരണമാണ് ക്ലെയിം ഇൻറ്റിമേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് എപ്പോഴാണോ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയെ വിളിച്ച് അറിയിച്ചിരിക്കണം. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റായി, അതായത് ഇൻഷുറൻസ് എടുത്ത ആൾ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആവശ്യമായ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ആവശ്യമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ തന്നെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റായി 24 hours തന്നെ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ഇൻറ്റിമേഷൻ ചെയ്തിരിക്കണം. ഒരു ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കസ്റ്റമർ കെയർ വിളിക്കുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കയ്യിലുണ്ടായിരിക്കേണ്ടത്, എങ്ങോട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. പോളിസി നമ്പർ വേണം, പേഷ്യൻറ്റിൻ്റെ പേര് വേണം, ഹോസ്പിറ്റലിൻ്റെ പേര് വേണം, അഡ്മിറ്റ് ആയിരിക്കുന്നതിൻ്റെ റീസൺ വേണം, എന്ത് റീസണിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്, അതേപോലെ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ്, പിൻകോഡ് സഹിതം ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് വേണം, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഏത് ദിവസമാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്, ഏത് സമയത്താണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് വേണം, അതേപോലെ കോണ്ടാക്റ്റ് നമ്പർ, ആരെയാണോ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ ആരായിരിക്കും ഫോൺ എടുക്കാനുള്ളത്, ആരെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത്, ആ നമ്പരും പേരും കൂടി വേണ്ടി വരും ഇൻറ്റിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി. ഇൻറ്റിമേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അതായത് ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അതിൽ വിളിച്ച് നമുക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാം. അങ്ങനല്ല മെയിലിലാണെങ്കിൽ മെയിൽ അയച്ച് വേണമെങ്കിലും ഇൻറ്റിമേറ്റ് ചെയ്യാൻ കഴിയും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ക്ലെയിം ഇൻറ്റിമേഷൻ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ ഇൻറ്റിമേറ്റ് ചെയ്യാം. ഇനി അതല്ല വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറിൽ വേണമെങ്കിലും നമുക്ക് ഇൻറ്റിമേറ്റ് ചെയ്യാം. അത് യൂസ് ചെയ്തും ഇൻറ്റിമേറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സ്റ്റാർ പവർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ പവറിനകത്ത് പോയാലും നമുക്ക് ക്ലെയിം ഇൻറ്റിമേഷൻ അതിലും ചെയ്യാൻ കഴിയും. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഏജൻറ്റിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാലും, ഇത്രയും ഡീറ്റെയിൽ കൊടുത്താൽ അവരോട് പറഞ്ഞാലും അവർക്ക് വേണമെങ്കിലും ക്ലെയിം ഇൻറ്റിമേഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിയുമ്പം നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലോട്ടും അല്ലെങ്കിൽ ഫോൺ നമ്പറിലോട്ടുമായിട്ട് ഈ ക്ലെയിം രജിസ്റ്റർ ചെയ്ത ഒരു ഇൻറ്റിമേഷൻ നമ്പരും നമ്മൾ കൊടുത്ത ഡീറ്റെയിലുമായിട്ട് നമുക്കൊരു മെസ്സേജ് വരും, ഒരു മെയിൽ വരും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ റാന്നി ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിലാണ്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടേ ഉള്ളൂ, ക്യാഷ്ലെസ് ആയിട്ട് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ആ റീഇംബേഴ്സ്മെൻറ്റിൽ ഞാൻ എങ്ങനെയാണ് ക്ലെയിം രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലാണ് ഈ മെയിലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ക്ലെയിം ഫോം ഡൗൺലോഡ് ചെയ്യുക. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ തന്നെ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പർ, നമ്മുടെ പോളിസി നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ തന്നെ കോൺടാക്റ്റ് നമ്പർ, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് എയിൽ ഫില്ല് ചെയ്യും. പാർട്ട് ബിയിൽ ഹോസ്പിറ്റൽ ഫില്ല് ചെയ്ത് തരേണ്ട, ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്, അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഡീറ്റെയിൽ എല്ലാം കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് തരും. ആ പാർട്ട് ബി ഫോം ഫില്ല് ചെയ്ത് വാങ്ങിക്കുക, അത് സീൽ വെച്ച് വാങ്ങിക്കുക. അതിനുശേഷം എല്ലാ ബില്ലുകളും, നമ്മുടെ എല്ലാ ടെസ്റ്റ് റിസൾട്ടിൻ്റെയും അല്ലെങ്കിൽ മെഡിസിൻ്റെ, റൂം റെൻറ്റ്, നഴ്സിംഗ് ഫീ, ഡോക്ടർ ഫീ, അങ്ങനെ തുടങ്ങി എല്ലാ ബില്ലുകളും അവർ സീൽ വെച്ച് തരും. എല്ലാ ബില്ലുകളുടെ ഒറിജിനലും ഈ ഫില്ല് ചെയ്ത ഫോമും അതിൻ്റെ കൂടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, അതായത് ഏത് അക്കൗണ്ടിലോട്ടാണ് നമുക്ക് പൈസ തിരിച്ചു വരേണ്ടത് ആ അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി നമ്മൾ വെച്ചിട്ടാണ് ഈ കാണുന്ന അഡ്രസ്സിലോട്ട് കാണുന്ന അഡ്രസ്സിലോട്ട് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഡോക്യുമെൻ്റ് ഹെഡ് ഓഫീസിൽ കിട്ടിയതിന് ശേഷം നമുക്കൊരു മെസ്സേജ് വരും, മെസ്സേജിലും വരും, മെയിലിലും വരും. അതായത് നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ കിട്ടി എന്നുള്ളത് വെച്ച് നമുക്കൊരു മെസ്സേജ് വരും. ഡോക്യുമെൻ്റ് എല്ലാം പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഇനിയും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മെയിലിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ ആ മെയിലുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് അവർ വീണ്ടും നമുക്കത് തരും. എന്തിലാണോ അവർക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യം അതിന് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്റർ, ക്ലാരിഫിക്കേഷൻ ലെറ്റർ നമുക്ക് തരും. അതുകൂടി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില അസുഖങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിരുന്നോ എന്നുള്ളതിൻ്റെ എൻക്വയറിയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ
അല്ലെങ്കിൽ ചിലപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൻ്റെയോ ടെസ്റ്റിൻ്റെയോ മെഡിസിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ക്വറീസൊക്കെ വരുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റിപ്ലൈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് തരും. അത് നമ്മൾ വാങ്ങിച്ച് അത് അയച്ചു കൊടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇത് റീഇംബേഴ്സ്മെൻ്റ് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ഹോസ്പിറ്റലിനോട് ഡയറക്റ്റ് ഒരു ക്വറീസും ചോദിക്കാൻ കഴിയില്ല. പക്ഷേ ക്യാഷ്ലെസ് ആണ് അങ്ങനെയല്ല. ഇൻഷുറൻസ് കമ്പനി തന്നെ ആവശ്യമായ ക്വറീസ് എല്ലാം ഹോസ്പിറ്റലിനോട് നേരിട്ട് ചോദിക്കും. ഇത് നമ്മൾ ത്രൂ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ തന്നെ പോവുകയും വാങ്ങിക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വരും. ഇത് ഒരു എക്സാമ്പിളാണ്. അതായത് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റൽ, അതിപ്പം സ്റ്റാർ ഹെൽത്തുമായിട്ട് നോൺ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ജൂലൈ 20 അഡ്മിറ്റ് ആകുകയും അതിനുശേഷം ഡിസ്ചാർജായി ആഗസ്റ്റ് 13 എല്ലാ ഡോക്യുമെൻറ്റും സ്റ്റാർ ഹെൽത്തിൻ്റെ ഓഫീസിലെത്തുകയും അതിനുശേഷം ആഗസ്റ്റ് 28 തന്നെ ഏതാണ്ട് 29,000 രൂപയോളം ക്ലെയിം ചെയ്തപ്പം 26,500 സെറ്റിൽ ചെയ്ത് തിരികെ കിട്ടുകയും ചെയ്തു. ഏതാണ്ട് 40 ദിവസത്തോളം എടുത്തിട്ടുണ്ട് റീഇംബേഴ്സ്മെൻറ്റിൽ പൈസ കിട്ടാൻ വേണ്ടി. എക്സ്ട്രാ കുറികളോ കാര്യങ്ങളോ വരാത്തതുകൊണ്ടാണ് ഈ 40 ദിവസം കൊണ്ട് കിട്ടിയത്. ഇനി അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ 45 മുതൽ 60 ദിവസം വരെ ടൈം എടുക്കാം നമ്മുടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലൈം ഇൻറ്റിമേഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലായാലും നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലായാലും നമ്മൾ ക്ലൈം ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം. പല രീതിയിലുള്ള തട്ടിപ്പുകൾ, അത് പല പേഷ്യൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ രണ്ടു കൂട്ടരോട് അറിഞ്ഞുകൊണ്ടോ അങ്ങനെയുള്ള പല തട്ടിപ്പുകൾ സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നിയമം, ഇങ്ങനെയുള്ള ഒരു രീതി കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലൈം സുഗമമായിട്ട് നമുക്ക് കിട്ടാനും അർഹതപ്പെട്ട ക്ലൈം വളരെ വേഗം നമുക്ക് കിട്ടുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ ക്ലൈം കറക്റ്റ് ടൈമിൽ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യുക. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലൈമുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരുമ്പോഴൊക്കെ നമ്മളെ കറക്റ്റായ രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ സഹായിക്കാനോ നമുക്കൊരു ഏജൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും പോളിസി എടുക്കുമ്പം ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ബാങ്കിൻ്റെ ചാനൽ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ പോളിസി തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട്, അതായത് കമ്മീഷൻ്റെ കുറവുള്ള ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ പോളിസികളെ ആശ്രയിക്കുമ്പം ഈ വിധമായ കാര്യങ്ങളിൽ നമുക്ക് സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.